വെൽക്കം എഗെയിൻ. കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ ഒരു നെക്സ്റ്റ് സെക്ഷനായിട്ട് തന്നെയാണ് ഇതും. ഇന്ന് വേറൊരു ടോപ്പിക്കാണ് ഡയബറ്റീസ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട് അല്ലേ? എല്ലാം ആവശ്യത്തിനധികം നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് ഷുഗറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഷുഗർ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? അതായത് നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ്, അതായത് ഷുഗറിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ ഇൻസുലിൻ ഒന്നുകിൽ കുറയുകയോ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയോ ഇൻസുലിൻ ഇല്ലാണ്ടാവുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്? നമ്മൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസിൽ പാൻക്രിയാസ് ഇത് പുറപ്പെടുവിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ വളരെ മിനിമലായിട്ട് പുറപ്പെടുവിക്കുന്നുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് ഇൻസുലിൻ നമ്മൾ എടുക്കേണ്ടി വരും. ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ള ഒരാൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും. നമ്മൾ ഇൻസുലിൻ എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും ആ ഒരു ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ടൈപ്പ് 2. ഇതെന്ന് പറഞ്ഞാൽ മോഡിഫയബിൾ ആണ്. അതായത് നമുക്കൊരു ഡയറ്റ് കൊണ്ടോ എക്സസൈസ് കൊണ്ടോ ഒക്കെ നമുക്കിതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെയാണെങ്കിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാരണം കുറച്ചൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു അരഭാഗം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഷുഗറിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ, അതായത് ഷുഗർ ഒരുപാട് നമ്മൾ കഴിക്കാണ്ടിരിക്കുവാണെങ്കിൽ ഈ കുറച്ച് ഇൻസുലിൻ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് 1 ഇൻസുലിൻ തീരെ പ്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത് എന്തെങ്കിലും ഷുഗറിൻ്റെ ലെവൽ കൂടും. അപ്പോഴാണ് നമ്മൾക്ക് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് അതുപോലെ തന്നെ വേറൊരു പേരുണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ. ഷുഗറിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, അതുപോലെ കുറയുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ. അപ്പം ഷുഗർ ലെവലിൻ്റെ ആ ഒരു നോർമൽ എത്ര എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഉണ്ടാക്കി, ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഞാൻ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. എപ്പോഴെങ്കിലും നോക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ഷുഗറിൻ്റെ നോർമൽ എത്രയാണ്, അതുപോലെ പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എത്രയാണ്, പിന്നെ പോസ്റ്റ് ലഞ്ച്, നമ്മൾ പോസ്റ്റ് ലഞ്ച് അല്ലെങ്കിൽ പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, പോസ്റ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസുലിൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് എടുക്കേണ്ടത്. ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സിസ്റ്റർമാർ ഇൻസുലിൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ നോക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് പറയാൻ എന്താ ആ ഒരവസ്ഥ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർ അവരോടും കൂടെ ഒന്ന് പറയുക, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ഇൻസുലിൻ തരാനുണ്ടെങ്കിൽ തരിക എന്ന് പറയുക കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഓർത്തന്നേ ഉള്ളൂ. ഇനി മെയിനായിട്ട് ഷുഗർ വരുമ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്നല്ലേ? ആദ്യമായിട്ട് ഒരുപാട് ദാഹിക്കും, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നും, അതായത് ഒരുപാട് വിശക്കും, പിന്നെ ഒരുപാട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വെയിറ്റൊക്കെ ഭയങ്കരമായിട്ടാണ് ലോസ് ആയി പോകുന്നത്. ഇപ്പോൾ ഒരു 10-70 കിലോ ഉള്ള ഒരാൾക്ക് പെട്ടെന്നായിരിക്കും ആൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ട് ഒരു 10-20 കിലോ ഒക്കെ വരെ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്നാ പറ്റിയെന്ന് ചോദിക്കത്തില്ല. അങ്ങനത്തെ ഉള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ വരുന്നത്. അതുപോലെ തന്നെ അവരെപ്പോഴും പറയുന്നതാണ് ഈ ഡ്രൈ മൗത്ത്. അതായത് ഡ്രൈ മൗത്ത് വരുമ്പോഴാണല്ലോ ഒരുപാട് വെള്ളം കുടിക്കാൻ തോന്നുന്നത്, വെള്ളം ഇല്ല, വായിൽ വെള്ളമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഡയബറ്റീസിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും മെയിൻ മാനേജ്മെൻറ്റ് എന്താ? ഷുഗർ കൂടുകയാണെങ്കിൽ ഷുഗർ കുറയ്ക്കുക, ഷുഗർ കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, അതുപോലെ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, എനിക്കത് പറയാനുള്ള അർഹതയില്ല, സ്റ്റിൽ ഞാൻ പറയുകയാണ്. എക്സസൈസ് ചെയ്യുക,
പിന്നെ അതുപോലെ മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ എടുക്കുക. ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് എടുക്കുക. പിന്നെ ഇൻസുലിൻ സൂക്ഷിക്കുന്ന കാര്യം 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് യൂഷ്വലി ചെയ്യുന്നത്. നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് നമ്മൾ യൂഷ്വലി വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഉണ്ട് ഒരു 3-4 കണ്ടീഷൻസ്, അതും കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ.